ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 103 ഇന്ന് കാണ്ഡം 4 അനുഭാഗം 6 സൂക്തം 26 നോക്കുന്നത്. ഇത് ആകാശഭൂമികളുടെ മഹത്വം വിവരിക്കുകയാണ്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് പറയുകയാണ്. ഇവിടെ ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള എല്ലാമാണ് ആകാശം. അവിടെ എന്താണുള്ളത്? സൗരയൂഥ സിസ്റ്റത്തിലെ ഭൂമി ഒഴിച്ചുള്ള ബാക്കി സൂര്യചന്ദ്രൻ എല്ലാ ഗ്രഹങ്ങളുമുണ്ട്. അതുമാത്രമല്ല എത്രയോ നക്ഷത്രങ്ങളുമെല്ലാം, കോടാനുകോടി നക്ഷത്രങ്ങളെല്ലാം ആകാശത്തിലുണ്ട്. അപ്പം ഭൂമിയും ആകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് പറഞ്ഞത്. ഇല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഭൂമിയെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഭൂമിയും ആകാശവും എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ അടിസ്ഥാനമാക്കിയാണ് എല്ലാം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലാണ് നമ്മളുള്ളത്. നമ്മളെ ഒഴിവാക്കിയുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളും തന്നെയാണ്. കാരണം എല്ലാം ഗോളങ്ങളാണ്. പ്രപഞ്ചം കുറേ ഗോളങ്ങൾ കൂടിയുള്ളത്. ആ പ്രപഞ്ചഘടനയെല്ലാം നമുക്ക് അടുത്ത് കാണാൻ പോവുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടനയല്ല ശാസ്ത്രലോകം പോലും കണ്ടെത്തണം. അപ്പോൾ ആ ഗ്രഹങ്ങൾ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറയാൻ പോവുകയാണ്. അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനവും. അത് ശാസ്ത്രലോകമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ നാഡികളിലൂടെ നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നെല്ലാം നമ്മൾക്ക് അടുത്ത് തന്നെ വേദം ബ്രഹ്മം തൊട്ട് വിവരിക്കുന്നിടത്ത് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 4 അനുഭാഗം 6 സൂക്തം 26. ഋഷി മൃഗാര ദേവത ദ്യാവ പൃഥിവി ഛന്ദസ് ജഗതി ത്രിഷ്ടുപ്പ്. മന്വേ വാം ദ്യാവാ പൃഥിവി സുഭോജസൗ നചേതസൗ യേ അപ്രഥേധാമമിത യോ ജനാനി പ്രതിഷ്ഠേ ഹൃഭവതം പശൂനാം തേനോ മുഞ്ചതമംഹസഃ പ്രതിഷ്ഠേ ഹ്യഭവതം വസൂനാം പ്രവൃദ്ധേ ദേവി സുഭഗേ ഉരുചി ദ്യാവാ പൃഥിവി ഭവതം മേ സ്യോനേ തേനോ മുഞ്ചതമംഹസഃ അസന്താപേ സുതപസൗ ഹുവേഹമുരുവി ഗംഭീരേ കവിഭിരന്മനമാസ്യേ ദ്യാവാ പൃഥിവി ഭവതം മേ സ്യോനേ തേനോ മുഞ്ചതമംഹസഃ യേ അമൃതം ബിഭ്യതോ യേ ഹവിംഷി യേ ശ്രോത്യാ വിഭൃതോ യേ മനുഷ്യാൻ ദ്യാവാ പൃഥിവി ഭവതം മേ സ്യോനേ തേ നോ മുഞ്ചതമംഹസഃ യേ ഉശ്രിയാ വിഭൃതോ ഭയ വനസ്പതിന്യയോരുവാം വിശ്വ ഭുവനാന്യന്തഃ ദ്യാവാ പൃഥിവി ഭവതം മേ സ്യോനേ തേനോ മുഞ്ചതമംഹസഃ യേ കീലാലേന തരുപയുധോ യേ ഘൃതേന യാഭ്യാമൃതേന കിം ചന ശക്നുവന്തി ദ്യാവാ പൃഥിവി ഭവതം മേ സ്വേനേ തേനോ മുഞ്ചതമംഹസഃ യന്മദാമഭിശോചതി യേന വാ കൃതം പൗരുഷേയാന്ന ദൈവാത് സ്തൗമി ദ്യാവാ പൃഥിവീനാധിതോ ജോഹവീമി തേനോ മുഞ്ചതമംഹസഃ. ഭാവാർത്ഥം: ആകാശഭൂമികൾ സമാനമനസ്കരായിട്ട് ഐശ്വര്യം നൽകിക്കൊണ്ട് ചരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്തുതിക്കുക. അവ അപരിചിതമായതും വിശാലവുമായ മാർഗത്തിലൂടെ ചലിക്കുന്നവരുമാണ്. അതിലൂടെ ദേവതകൾക്കും മനുഷ്യർക്കും ഐശ്വര്യം ചൊരിയുന്നു. അവ പാപങ്ങളും അകറ്റുന്നു. അവ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുകയും ധനാദി ഗുണങ്ങളാൽ യുക്തരും എല്ലാ ജീവികളുടെയും അധിഷ്ഠാന രൂപവുമാണ്. നിങ്ങൾ സമസ്ത ജീവികളുടെയും ദുഃഖമകറ്റി സുഖം നൽകുന്നു. സമസ്ത മഹർഷിമാരും നമസ്കരിക്കുന്ന ആകാശഭൂമികൾ എനിക്ക് സുഖം നൽകണേ എന്ന് ആഹ്വാനം ചെയ്യുന്നു.
ചരുപുരോടാംശവും നദികളെയും വഹിക്കുന്ന നിങ്ങൾ എല്ലാ ജീവികളെയും അമൃതത്വം പ്രദാനം ചെയ്യുകയും പശുക്കളെ പുഷ്ടിപ്പെടുത്തുകയും വനസ്പതികളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ആശ്രയം നൽകുന്ന നിങ്ങൾ എനിക്ക് അഭയം നൽകിയാലും നിങ്ങൾ നൽകുന്ന ആഹാരത്താലും ജലത്താലും ഞങ്ങൾ തൃപ്തരാകട്ടെ. നിങ്ങളെ മാറ്റി നിർത്തി ആർക്കും ഒന്നും ചെയ്യുവാനാകില്ല. മനുഷ്യ ദൈവ കൃത്യത്താൽ ഉണ്ടാകുന്ന പാപങ്ങളെയും നിങ്ങൾ എന്നിൽ നിന്നും അകറ്റുക. അതിനായിട്ട് ഞാൻ ആകാശഭൂമികൾക്ക് ആഹൂതി അർപ്പിക്കുന്ന അവർ എന്നെ പാപമുക്തരാക്കട്ടെ. ഇവിടെ ആകാശഭൂമികൾ സമാന മനസ്കരായി ഐശ്വര്യം നൽകിക്കൊണ്ട് ചലിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. ഏതെല്ലാം ചലിക്കുന്നുണ്ട്? ആകാശവും ചലിക്കുന്നുണ്ട്, ഭൂമിയും ചലിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി കറങ്ങുന്നു, മുകളിലുള്ള സമസ്ത നക്ഷത്രങ്ങളടക്കം സൂര്യനടക്കം കറങ്ങുകയാണ്. എങ്ങനെയാണ് കറങ്ങുന്നതെന്നെല്ലാം നമുക്ക് പ്രപഞ്ചഘടനയിൽ നമുക്ക് അടുത്ത് തന്നെ മനസ്സിലാക്കാം. ഇനി അധികമൊന്നും പോകണ്ട, കാരണം നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടാൻ പോവുകയാണ്. ബ്രഹ്മം, ഈശ്വരൻ എന്താണ്, അതെങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത്, എങ്ങനെയാണ് അതെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നതെല്ലാം കാണാൻ പോവുകയാണ്. അപ്പോൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്തുതിക്കണം. സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ ചലനമാണ്, ഭൂമി അടക്കമുള്ള കറക്കമാണ്. ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് ദിവരാത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്, വർഷങ്ങളുണ്ടാകുന്നത്. അപ്പം എല്ലാം കറങ്ങിയാണ്. അവ അപരിമിതമായതും വിശാലവുമായ മാർഗത്തിലൂടെ ചലിക്കുന്നവരാണ്. ഭൂമി അടക്കം, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളടക്കം എല്ലാം അപരിമിതമായ, അതിന് പരിമിതിയൊന്നുമില്ല, പരിമിതിയില്ലാത്ത സ്ഥലത്തു കൂടി വിശാലമായ മാർഗത്തിലൂടെ ചലിക്കുകയാണ്. പക്ഷെ അതിന് മാർഗമുണ്ട്, പോകാൻ വഴിയുണ്ട്. പക്ഷെ പോകുന്നത് പരിധിയില്ലാത്ത സ്ഥലത്തൂട്ടിയാണ് ഈ ഭൂമിയെല്ലാം പോകുന്നത്. സൂര്യനെന്ന് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് പോകുന്നതെന്നെല്ലാം നമുക്ക് സൗരയൂഥത്തിൻ്റെ അറിയാം. സൂര്യൻ നടുവ് കിടന്നിട്ട് ബാക്കിയെല്ലാം ഓർബിറ്റിലൂടെ കറങ്ങിയാണ്. പക്ഷെ അതല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഭൂമിയെല്ലാം ഒരു പരിധിയില്ലാതെ അങ്ങ് പോവുകയാണ് വിശാലമായ ഏറിയയിലൂടെ. അതെല്ലാം നമ്മൾ അടുത്ത് കാണാൻ പോവുകയാണ്. കാരണം വേദപഠന ക്ലാസ് അടുത്ത് തന്നെ ആരംഭിക്കുകയാണ്. അതിൽ ഈശ്വരൻ എന്താണെന്ന് തുടങ്ങി അതെങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് എന്നെല്ലാം നമുക്ക് കാണാം. അതിലൂടെ ദേവകൾക്കും മനുഷ്യർക്കും ഐശ്വര്യം ചൊരിയുന്നു. അപ്പം എല്ലാം ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മനുഷ്യർക്കും എല്ലാം ഐശ്വര്യം കിട്ടുന്നത് ഈ ചലനത്തിലൂടെയാണ്. ഇതെല്ലാം കൂടി ചലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഐശ്വര്യം കിട്ടുന്നത്. നമ്മുടെ പാപങ്ങളും അകറ്റുന്നു. അപ്പം നമ്മൾ ജീവിതത്തിൽ വല്ല കർമ്മങ്ങളും ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെയും മറ്റും സഹായത്താൽ അതിനെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഈ ഗ്രഹങ്ങളുടെ ചലനമാണ്. നമ്മുടെ പാപങ്ങൾ അകറ്റുന്നത്, നമ്മൾ കാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്, അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ ഗ്രഹങ്ങളുടെ ചലനമാണ്. അവ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുകയും ധനാദി ഗുണങ്ങളാൽ യുക്തവരും എല്ലാ ജീവികളുടെയും അധിഷ്ഠാന രൂപവുമാണ്. എല്ലാ ജീവികളുടെയും ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും ജീവജാലങ്ങളുടെയും അടിത്തറ എന്നത് ഈ ഗ്രഹങ്ങളും അവയുടെ ചലനവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഭൂമിയുള്ളത് കൊണ്ടേ ജീവജാലങ്ങൾ ഉണ്ടാവും. ജീവജാലങ്ങളുണ്ടൊക്കെ സൂര്യൻ വേണം. സൂര്യൻ ചലിക്കണം. ചലിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പ്രത്യേക ക്രമത്തിൽ ഒരു പ്രത്യേക വേഗതയിൽ കറങ്ങുന്നതനുസരിച്ചാണ് ജീവജാലങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇവയുടെ എല്ലാം അടിത്തറ ഈ ഭൂമിയും ആകാശവുമാണ്. നിങ്ങൾ സമസ്ത ജീവികളുടെയും ദുഃഖമാറ്റി സുഖം നൽകുന്നു. നമ്മളെ സുഖം നൽകാൻ വേണ്ടി തന്നെയാണ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാജ്വലായിട്ട് പുരോഗതിയിലൂടെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മളെ സുഖത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മൾ കാലം കഴിയും തോറും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം നല്ല സുഖമായ ജീവിതം നയിക്കുവാൻ പ്രാപ്തമാക്കുകയാണ് ഇവ.
മഹർഷിമാരും നമസ്കരിക്കുന്ന ആകാശഭൂമികൾ എനിക്ക് സുഖം നൽകണമേ. ഇതേ തത്വങ്ങളെല്ലാം ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? സമസ്ത ഋഷികളും. ആ ഋഷികൾ എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം ആകാശത്തും ഭൂമിയെല്ലാം മനുഷ്യരെ കർമ്മത്തിലേക്ക് നയിച്ച് സുഖത്തിലേക്ക് നയിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന എല്ലാം ഈ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. അതെല്ലാം ഋഷികൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ വേദങ്ങളിൽ എഴുതി തന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാൻ അടുത്ത് തന്നെ കാണും. അതുകൊണ്ട് സുഖം നൽകണേ എന്ന് ആഹ്വാനം ചെയ്യുന്നു. ചരുപുരോടാശങ്ങളും നദികളെയെല്ലാം വഹിക്കുന്ന നിങ്ങൾ എല്ലാ ജീവികളെയും അമൃതത്വം പ്രദാനം ചെയ്യുന്നു. എല്ലാ നദികളെയും വഹിക്കുന്നത് അത് തന്നെയാണ്. നദികളിൽ ജലം വരുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ ഒരു പ്രത്യേക തരത്തിൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ്. അതിലൂടെയാണ് മഴ പെയ്യുന്നത്. ആ ഓർബിറ്റൽ മോഷനാണ്. അല്ലായിരുന്നുവെങ്കിൽ കൃത്യമായി വട്ടത്തിലായി ചുറ്റിയിരുന്നെങ്കിൽ ഇവിടെ മഴയൊന്നും പെയ്യില്ല. അപ്പം മഴയെല്ലാം പെയ്യുന്നതിന് അവയുടെ പ്രത്യേക തരത്തിലുള്ള ചലനം സഹായിക്കുന്നുണ്ട്. മറ്റുള്ളതെല്ലാം പ്രപഞ്ചത്തിലുള്ള മറ്റുള്ള എല്ലാം മഴയുണ്ടാകുന്നതിന് സഹായിക്കുന്നുണ്ട്. എൻ്റെ ജീവികൾക്ക് അമൃതത്വം പകരുന്നു. ജീവികളുടെ നിലനിൽപ്പ് തന്നെ അതാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് നിൽക്കുന്നത്. പശുക്കളെ പുഷ്ടിപ്പെടുത്തുകയും, പശുക്കളെ പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ചലനം മൂലമാണ് കൃഷി മഴ പെയ്യുന്നതും കൃഷികൾ ഉണ്ടാകുന്നതും. ഒരു പ്രത്യേക തരത്തിലുള്ള ഭൂമിയുടെ ചലനമാണ് ഋതുക്കൾ ഉണ്ടാക്കുന്നതിനും മഴ പെയ്യിക്കുന്നതിനും, മഴ പെയ്യുന്നതിനനുസരിച്ച് ചെടികൾ വളരുന്നതിനും, ചെടികൾ വളരുമ്പോൾ പശുക്കളുടെ ഭക്ഷണമെല്ലാമായി അവരും പുഷ്ടിപ്പെടും. വനസ്പതികളെ പോഷിപ്പിക്കുന്നു. ചെടികളിൽ അതിൻ്റെ ഭക്ഷണമെല്ലാം വനസ്പതികൾ, നീര്, ഔഷധ ഗുണമുള്ള സംഗതികളെല്ലാം ഉണ്ടാകുന്നത് എന്താണ്? സൂര്യൻ്റെ വെളിച്ചവും എടുത്ത് അന്തരീക്ഷത്തിലുള്ള വായുവെല്ലാം എടുത്തിട്ട് സംയോജിപ്പിച്ച് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വളമെല്ലാം സ്വീകരിച്ചിട്ടാണ് ഇതെന്താക്കുന്നത്? ഔഷധമായി മാറ്റുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങൾക്കെല്ലാം പിന്നിലുള്ളത് ഏതാണ്? ഭൂമിയും സൗരയൂഥ സിസ്റ്റവും ബാക്കിയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും. ജീവജാലങ്ങൾക്ക് ആശ്രയം നൽകുന്ന നിങ്ങൾ എനിക്ക് അഭയം നൽകുകയാണ്. ജീവജാലങ്ങൾക്കെല്ലാം അത്തരത്തിൽ ആശ്രയം നൽകുന്ന നിങ്ങൾ എനിക്കും ആശ്രയം നൽകണമെന്ന് പറയുകയാണ്. നിങ്ങൾ നൽകുന്ന ആഹാരത്താലാണ്. അപ്പോൾ ആഹാരം ഉണ്ടാകുന്നതും ഈ ഗ്രഹങ്ങളുടെ ചലനം മൂലമാണ്. ആഹാരത്താലും ജലത്താലും, ജലമുണ്ടാകുന്നതിന് കാരണം, മഴ പെയ്യുന്നതിനെല്ലാം കാരണം ഗ്രഹങ്ങളുടെ പൊസിഷനും അവയുടെ ചലനവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞങ്ങൾ തൃപ്തരാകട്ടെ, ആ ജലത്താലും ഞങ്ങൾ തൃപ്തരാകട്ടെ. അപ്പോൾ നമുക്ക് തൃപ്തി ലഭിക്കുന്നതെല്ലാം പിന്നിലുള്ളത് ഈ ഭൂമിയും അവയ്ക്ക് ചുറ്റും ആകാശത്തിലുള്ള മറ്റു ഗ്രഹങ്ങളും എല്ലാമാണ്, ഗോളങ്ങളും എല്ലാമാണ്. നിങ്ങളെ മാറ്റി നിർത്തി ആർക്കും ഒന്നും ചെയ്യുവാനാകില്ല. ഇവയെ മാറ്റി നിർത്തിയിട്ട് ആർക്കും ഒന്നും ചെയ്യാനാകില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗ്രഹങ്ങളുടെ ആജ്ഞയനുസരിച്ചാണ്, ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് നമ്മൾ ചലിക്കുന്നത്. അതിന് എതിരായിട്ട് നമുക്ക് ചലിക്കാൻ പറ്റില്ല. ഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് ചലിപ്പിക്കുന്നത്. അതെല്ലാം നമ്മൾ വേദത്തിലൂടെ അടുത്ത് കാണാൻ പോവുകയാണ്. വേദപഠനം എന്ന ക്ലാസ്സിലൂടെ അടുത്ത് തന്നെ ആരംഭിക്കും. ഇതെല്ലാം നമുക്ക് അവിടെ കാണാം. പക്ഷെ അതൊന്ന് എന്തുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ അതൊന്നും എടുത്ത് വിവരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. എല്ലായിടത്തും കയറി ഇതെല്ലാം വിവരിക്കാൻ പറ്റില്ല. അതൊരു ക്രമത്തിൽ വിവരിക്കും. അപ്പോൾ ഈ പറയുന്നതെല്ലാം അവിടെ അത് മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള, ആകാശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്, മനുഷ്യ ദേവ കൃത്യത്താൽ ഉണ്ടാകുന്ന പാപങ്ങളെയും നിങ്ങൾ എന്നിൽ നിന്നും അകറ്റുക. നമ്മളുടെ വല്ല മനുഷ്യരുടെ നമ്മളും കർമ്മം ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? നമ്മളെ ഭാഗത്തും തെറ്റ് പറ്റുന്നുണ്ട്. കാരണം സൃഷ്ടി അങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്. പാപമുണ്ടെങ്കിൽ പുണ്യമുണ്ട്. നമ്മൾ ചിലപ്പം ചെയ്യുന്നത് പാപമാണെങ്കിൽ ചിലപ്പം ചെയ്യുന്നത് പുണ്യമാണ്. അപ്പോൾ എല്ലാവരും പാപപുണ്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്. സൃഷ്ടി അങ്ങനെയാണ്, ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാപമുണ്ടെങ്കിൽ പുണ്യമുണ്ട്. അപ്പോൾ ആ മനുഷ്യരുടെ ദൈവകൃത്യത്താൽ ഉണ്ടാകുന്ന ഈ ഗ്രഹങ്ങളുടെ എല്ലാം ചില മോശമായ സമയത്തുണ്ടാകുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുണ്ടാകും. അപ്പം പാപം എന്ന് പറയും. അപ്പം ഇതെല്ലാം ആരാണ് പരിഹരിച്ചിരുന്നത്? എന്നിൽ നിന്നും അകറ്റട്ടെ. അപ്പം നമുക്ക് ഒരു ഗ്രഹം നമുക്ക് മോശമായി വരുമ്പോൾ
നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, ആ ഗ്രഹം അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ സഞ്ചരിക്കുമ്പോൾ അത് മോശത്തു നിന്ന് പിന്നെ എവിടത്തേക്കെത്തും? നല്ല സ്ഥാനത്തേക്കെത്തും. അപ്പം നമുക്ക് ഇന്നൊരു മോശമുണ്ടെങ്കിൽ ഒരു സമയം വരുമ്പോൾ അത് ആ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കി നല്ലതിലേക്ക് എത്തും. കാരണം ഗ്രഹം സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നല്ലതാണെങ്കിൽ ചില സ്ഥലത്ത് വരുമ്പോൾ മോശമാണ്, പിന്നെ വേറൊരു സ്ഥലത്ത് വരുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഒന്നുറപ്പിച്ചോളണം, നമുക്ക് സ്ഥായിയായിട്ട് ദോഷമൊന്നുമില്ല. ഒരിക്കൽ നല്ല വരികയാണെങ്കിൽ ഒരിക്കൽ മോശം വരിക തന്നെ ചെയ്യും. പക്ഷേ അത് എത്ര നല്ലത് എത്ര മോശം എന്നുള്ളത് നമ്മൾ ആ ജനിക്കുമ്പോഴുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയെല്ലാം അപ്പോഴത്തെ അവസ്ഥയിൽ ആശ്രയിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് കാണാം. അതിനായി ഞാൻ ആകാശഭൂമികൾക്ക് ആഹൂതി അർപ്പിക്കുന്നു, അവർ എന്നെ പാപമുക്തരാകട്ടെ. ആഹൂതി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതിക്കുന്നു എന്ന നിലയിൽ തന്നെ കണ്ടാൽ മതി. അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ച് ആഹൂതി അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ചില ആസനങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ സേവിക്കും. അല്ലെങ്കിൽ ഗ്രഹങ്ങൾ മോശമാകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുക. ചില സമയത്ത് ചില സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് പോയാൽ ചിലപ്പോൾ പറ്റാതെ വരും. അപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കണം. ചില നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉഷ്ണം അല്ലെങ്കിൽ ശൈത്യമൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം ഉടനെ തിരിച്ചിങ്ങ് പോകും. അതെല്ലാം ഗ്രഹങ്ങൾക്ക് അതെല്ലാം ആഹൂതി അർപ്പിക്കുക എന്നുള്ളത് ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് ചില യോഗാസനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഗ്രഹങ്ങൾ മോശമായി വരുമ്പോൾ ആസനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ദോഷങ്ങളെ മറികടക്കാൻ പറ്റും. അതിന് ആസനങ്ങൾ എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ, അതായത് ഗ്രഹങ്ങളുടെ ദൂഷ്യങ്ങളെ ഒരു പരിധി വരെ മറികടക്കുന്നത് എന്നതെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നീട് കാണാം. അപ്പോൾ ഇവിടെ ആകാശഭൂമികളുടെ മഹിമയാണ് വിവരിച്ചു തന്നത്.